കഥകളിൽ കേട്ടറിഞ്ഞ കമണ്ടലു വീട്ടുമുറ്റത്തും കായ്ച്ചു നിൽക്കുകയാണ്. ചെറുപുഴ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റായിരുന്ന ഡെന്നി കാവാലത്തിന്റെ വീട്ടുമുറ്റത്താണ് കമണ്ടലു കായ്ച്ചു നിൽക്കുന്നത്. ഇതിന്റെ വിശേഷം കാണാം ഇന്നത്തെ ചുറ്റുവട്ടത്തിൽ. യോഗ്യവര്യന്മാർ ഉപയോഗിച്ചിരുന്ന കമണ്ടലു നാട്ടിൻപുറങ്ങളിലും വളർന്നു തുടങ്ങി. ഔഷധ ഗുണമുള്ള കമണ്ടലുവിന് ജനങ്ങൾക്കിടയിൽ പ്രിയമേറെയാണ്. ചെറുപുഴ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റായിരുന്ന ഡെന്നി കാവാലത്തിന്റെ വീട്ടിലാണ് കമണ്ടലു കായ്ച്ചു നിൽക്കുന്നത്. നാലു വർഷം മുൻപാണ് തൈ നട്ടത്. ഇപ്പോൾ നിരവധി പഴങ്ങൾ വിളഞ്ഞിരിക്കുന്നു. ആവശ്യക്കാർ വന്ന് പറിച്ചെടുത്ത് കൊണ്ടുപോകുന്നുമുണ്ട്. വിപണന സാധ്യതയേക്കാൾ കാണാനും കൗതുകമാണെന്ന് ഡെന്നി പറഞ്ഞു. ഒരു 4 വർഷം മുൻപ് ഇതിൻ്റെ ഒരു തൈ എനിക്ക് കിട്ടിയതാണ്. 4 വർഷം മുമ്പ് നട്ട തൈയായിരുന്നു. പക്ഷേ ഇന്നിപ്പോഴത് നിറയെ ഇതിൻ്റെ കായകളായിട്ടുണ്ട്. ഇത് കലാബാഷ് എന്നാണ് ഇതിൻ്റെ പേര്. കമണ്ടലു എന്നും അറിയപ്പെടുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു 8-10ഓളം കായ്കളുണ്ട്. നല്ല മനോഹരമായ നല്ല വലിപ്പമുള്ള കായാണ്. കലാബാഷ് ഇന്ന് പല വീടുകളിലും ഇത് കൃഷി ചെയ്യുന്നവരുണ്ട്. നമ്മുടെ നാട്ടിൽ ശരിക്കും ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഷെയ്ക്കടിച്ച് കഴിക്കാമെന്ന് പറയപ്പെടുന്നു. ഞാനിതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. പക്ഷെ കൂടുതലായും എനിക്ക് തോന്നുന്നത് കരകൗശല ആവശ്യങ്ങൾക്കായി ഇതിൻ്റെ ആവശ്യക്കാർ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പുറന്തോട് എന്ന് പറഞ്ഞാൽ നല്ല ചിരട്ട പോലെ നല്ല കട്ടിയുള്ള പുറന്തോടാണ്. ഞാനിപ്പോൾ ഇത് ഈ കമണ്ടലു പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തതാണ്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ പൾപ്പൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഈ പാത്രമായി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കട്ടിയുള്ള ചിരട്ട പോലെ കട്ടിയുള്ള പുറന്തോടാണ്. അതുകൊണ്ടായിരിക്കാം പറയപ്പെടുന്നു ആദ്യകാലങ്ങളിലൊക്കെ പണ്ട് മുനിമാർ മഹർഷിമാരൊക്കെ തപസ്സിന് പോകുന്ന സമയത്ത് കമണ്ടലു അവർ വെള്ളം ശേഖരിക്കാൻ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാകും. ഇതിനകത്ത് നല്ല അളവിലുള്ള വെള്ളം ഇത് കൊള്ളും. നല്ല വലിപ്പമുള്ള പഴമാണ്. പുറംതോടിന് നല്ല കട്ടിയാണ്. മുറിച്ചെടുക്കുക അത്ര എളുപ്പമല്ല. ഇത്തരം പുറംതോടിനുള്ളിലാണ് ഋഷിവര്യന്മാർ വെള്ളം ശേഖരിച്ചിരുന്നത്. ആഹാരം കഴിക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിനും ഇതാണ് അവർ ഉപയോഗിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. 15 മീറ്റർ വരെ ഉയരത്തിൽ കമണ്ടലു വളരും. ഒരു വർഷം തന്നെ നിരവധി പഴങ്ങൾ ഇതിൽ വിളയും. തടിയിലും തണ്ടിലുമാണ് പഴം കായ്ക്കുന്നത്. അവ മാത്രമേ വിളയാറുള്ളൂ. മറ്റു പൂക്കൾ കൊഴിഞ്ഞു പോകും. ഉള്ളിലെ മാതളമാണ് കഴിക്കാനാകുന്നത്. കറുത്ത അരിയും വെള്ള മാതളവുമാണ് ഉള്ളിൽ. തണ്ണിമത്തൻ പോലെ ഇത് മിക്സിയിലടിച്ച് ദാഹജലമായി ഉപയോഗിക്കാം. മധുരത്തിന് പഞ്ചസാര ചേർക്കണം. പഞ്ചസാരയും ഈസ്റ്റും ചേർത്ത് തിളപ്പിച്ച് സൂക്ഷിച്ച് വെക്കാം. ഇങ്ങനെ കാലങ്ങളോളം കേടാകാതെ സൂക്ഷിക്കാം. പഴകും തോറും വീര്യം കൂടും. കമണ്ടലുവിൻ്റെ തോടിന് ആന്ധ്രയിൽ 1500 രൂപ വരെ വിലയുണ്ട്. ആഭരണങ്ങളും വാദ്യോപകരണങ്ങളും ഉണ്ടാക്കാനും തോട് ഉപയോഗിക്കും. ഇപ്പോൾ മലയോരത്ത് തൊണ്ടിന് ഒരു ഭാഗത്തിന് 75 രൂപയും 2 ഭാഗങ്ങളാക്കി നൽകിയാൽ 150 രൂപയും ലഭിക്കുന്നുണ്ട്. കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഇത് കൊണ്ടുപോകുന്നതായി ഡെന്നി പറഞ്ഞു. ഏകദേശം ഇതിനകത്ത് ചില പഴങ്ങളൊക്കെ ഒരു 10 കിലോ 8 കിലോ 10 കിലോ ഒക്കെ വലിപ്പമുള്ള ഒരു കുടത്തിൻ്റെ ഒക്കെ വലിപ്പമുള്ള കായകളുണ്ട്. എന്തായാലും ഇതിങ്ങനെ കായ്ച്ച് കിടക്കുന്നത് കാണുമ്പോൾ വളരെ കൗതുകവും തോന്നുന്ന ഒരു വൃക്ഷമാണ്. ഇന്ന് പല വീടുകളിൽ ഇവിടെ നിന്നൊക്കെ തൈകൾ പലരും കൊണ്ടുപോയി നടുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു കൂടുതലും ആൾക്കാർ ഇതൊരു കൗതുകത്തിന് വളർത്തുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് അല്ലാതെ വ്യാപകമായിട്ട് കൃഷി ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ചൊരു ലാഭമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഒരു വ്യത്യസ്തമായ ഒരു ഫ്രൂട്ട്സ് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഇങ്ങനെ കായ്ച്ചു നിന്നാൽ കാണാനുള്ളൊരു ഭംഗി. ഇപ്പോൾ ആവശ്യക്കാർ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഇതിങ്ങനെ മാർക്കറ്റ് ഗ്രൂപ്പുകളിലൊക്കെ വന്ന് ഞാൻ അന്വേഷണങ്ങൾ വരുന്നുണ്ട്. ഇത് മുഴുവനായും
75 രൂപ തോതിലും, അല്ലെങ്കിൽ ഇതിൻ്റെ തോട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പീസിന് 75, അതായത് ഒരു പഴത്തിൽ നിന്ന് 150 രൂപ കിട്ടുന്നതിൽ ഇതിൻ്റെ തോട്, പുറന്തോട് കരകൗശല ആവശ്യങ്ങൾക്കായി കൊണ്ടുപോകാനും അതുപോലെ അന്വേഷണങ്ങൾ വരുന്നു. ചിലയിടങ്ങളിൽ ഇത് വൈനാക്കാനും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ കൃഷിക്ക് പരിചരണം ആവശ്യമില്ലെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഒരു കായ് 10 കിലോയോളം തൂക്കം വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വിളവ് വേഗത്തിൽ എടുത്തില്ലെങ്കിൽ ചെടിയുടെ ശിഖരം ഒടിയാനും ഇത് കാരണമാകും. ഇത് കായ്ച്ചു നിൽക്കുന്നത് കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ്. കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു. മാസത്തവണകളിലായി 1000 രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം. എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ. മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം, ഗോൾഡ് 12, മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ, വജ്രം, ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം, ഓൾഡീസ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം, ഈസി ഗോൾഡ് 1000 രൂപ മുതലുള്ള മാസത്തവണകൾ, ചുരുങ്ങിയ കാലാവധി, അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ, ലളിതമായ അംഗത്വ നടപടി. ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ. ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, വെള്ളരിക്കുണ്ട്, ആലക്കോട്, പാടിയോട്ടുചാൽ. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 9188410391 at 04985240391.